ഇതിനെ അങ്ങ് മയ്യത്താക്കി കളഞ്ഞാലോ? പാടില്ല. ഇവൾക്ക് സ്വബോധം കിട്ടിയാലേ ഒരു രഹസ്യം അറിയാൻ പറ്റും. ഇതെന്റെ ചേട്ടന്റെ ഭാര്യ. ചേട്ടൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന വിലയേറിയ രത്നങ്ങൾ എവിടെയാണെന്ന് ഇവൾക്കറിയാം. അപ്പൊ വീട് കൊല്ലണ്ട. പക്ഷേ ഈ ഭ്രാന്ത് മാറാൻ എന്ത് ചെയ്യും? അല്ലാ കൊയ്ഞ്ഞ. ആ, അതിനെ പറ്റിയ ലേഡി ഡോക്ടർ ഉണ്ട്, നമുക്ക് അവരെ കൊണ്ട് ചികിത്സിപ്പിക്കാം. നമ്മൾ പോയി അവരെ തപ്പിക്കൊണ്ടുവരാം. നാം ആരാണെന്നറിയാമോ? ആരാ? സാക്ഷാൽ കൈലാസപതി പരമശിവൻ. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ജട എവിടെ? ഏത് ജട? അവളെ അവിടെ അല്ലേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ആരെ? ഗംഗേ. ഓഹോ, പാർവതി കണ്ടുപിടിച്ചു. വലിയ പോലെ. ആ സാരമല്ലോ, പോട്ടെ. അങ്ങനെ സാരമെന്ന് വെച്ചാൽ പറ്റില്ല. എനിക്ക് പോണം. എങ്ങോട്ട്? കൈലാസത്തിലേക്ക്. മര്യാദയ്ക്ക് അവിടെ കിടക്കുന്നുണ്ടോ? കഴിക്കുന്നല്ല ഊക്കാണല്ലോ. ഊക്ക പെൺപോലീസിലായിരുന്നു ആണെന്ന് വെച്ചു. ആരായിരുന്നാലും എന്നെ ഇവിടുന്ന് നല്ലത്. അല്ലെങ്കിൽ ഞാൻ എന്റെ മൂന്നാം തൃക്കട തുറക്കും. ഈ പ്രപഞ്ചം സ്വാഹ. അമ്മാവൻ എന്താ ബഹളം വെക്കുന്നത്? കൈലാസത്തിൽ പോണോന്ന്. അതിനെന്താ, രാത്രി വീട്ടിക്ക് പോവാമല്ലോ. ആ, അത് ന്യായം. നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയാ പോരെ? അയ്യോ, പാർവതിയാ എനിക്ക് സാധാരണ ഇഞ്ചക്ഷൻ ചെയ്യാറുള്ളത്. വേറെ വല്ല എന്തെങ്കിലും കൈക്ക് തൊട്ടെന്ന് അറിഞ്ഞ അവളെന്നെ കൊന്നുകളെ. എന്റെ മകളെ പോലെ കരുതിയാ മതി. എന്താ ചുമ്മാ കുത്തുമോളെ. കിടന്ന് ഉറങ്ങിക്കോളും. പാവം, ഭക്തി മൂത്ത് പ്രാന്തായതാ. ആ, ഉണർന്നു കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ് കൊടുത്തേക്കൂ. യെസ് ഡോക്ടർ. ആരാ? എന്ത് വേണം? 2 ചോദ്യത്തിന് ഒരുമിച്ച് മറുപടി പറയണോ അതോ ഓരോന്നിന് പറഞ്ഞാ മതിയോ? ആരാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? പടച്ചോന്ന്? ഓ, നിങ്ങളെ എന്നെയും ഇവിടെ കൊണ്ടുവന്ന ഒരേ ആള് തന്നെ. നിങ്ങൾ ഓപ്പിലേക്ക് ചെല്ലണം. ആപ്പിലാക്കാനാണോ? അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾക്ക് എന്ത് വേണം? എന്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരണം. എനിക്ക് സൗകര്യപ്പെടില്ല. സൗകര്യപ്പെടും. ഇല്ലെങ്കിലേ എടുത്തു. ശബ്ദം വെച്ച ആദ്യം നിങ്ങൾ മരിച്ചു വീഴും. അതിനുശേഷം എന്നെ പിടിക്കും. പേടിക്കണ്ട, ഒരു രോഗി ഒന്ന് കാണാനാ. പെട്ടിയെടുത്ത് എന്റെ കൂടെ വരുന്നതാ നല്ലത്. എന്തു പറയുന്നു? Come on. മുതലാളി, ഇതാ ഭ്രാന്ത്. ഭ്രാന്തോ? ഓ, ഭ്രാന്തിന് ചികിത്സിക്കുന്ന മിസ്സി. ഇങ്ങനെ എല്ലുപോലെ ഇരിക്കുന്നൊന്നും കരുതണ്ട, ആളെല്ലംപിയാ. എന്താ പേര്? ഏയ്, പേടിക്കണ്ട, മുതലാളിക്കല്ല ഭ്രാന്ത്, ചുമ്മാ പേര് പറയും. കേട്ടോ മുതലാളി, പണ്ട് നമ്മുടെ മുത്തപ്പായ്ക്ക് ഒരു ഭ്രാന്ത് വന്നു. ആന പിടിച്ചിട്ട് നിന്നില്ല. പക്ഷെങ്കില് ഈ മിസ്സിന്റെ കൈക്ക് നമ്മുടെ മുത്തപ്പ ബീറ്റായി പോയി. അന്ന് കണ്ടൊരു പരിചയം വെച്ചാണ് ഇപ്പൊ നമ്മൾ തൂക്കിയെടുത്തോണ്ട് വന്നത്. ഞാനൊരു ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടറാണ്. എന്നെ ഈ അസമയത്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? പിന്നെ മഞ്ചലിലെടുത്തോണ്ട് വരണ. നീരുമേരി, ക്ഷമിക്കണം, മറ്റൊരു പോംവഴിയും ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനൊരു മാർഗം സ്വീകരിച്ചത്.
എനിക്കൊരു മാനസിക രോഗിയുണ്ട്. ഡോക്ടർ ഇവിടെ താമസിച്ച് അവരെ ചികിത്സിക്കണം. വാട്ട്? ഇവിടെ താമസിച്ച് ചികിത്സിക്കാനോ? ആഹാ, പിന്നെ ഉണ്ട് താമസിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഖാലിദ്, ഡോക്ടർ, ഇത് മരിച്ചുപോയ എന്റെ ജ്യേഷ്ഠനാണ്. വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മാനസിക രോഗിയായി കഴിയുകയാണ്. ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്നവരെ ഒരു ദിവസമെങ്കിലും സ്വബോധത്തോടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരെ ചികിത്സിക്കാനാണ് നിങ്ങളവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. നോ, അത് സാധ്യമല്ല. എങ്കിൽ അവരെ ചികിത്സിക്കാൻ എനിക്ക് സാധ്യമല്ല. ഡോക്ടർ, ഞാൻ ശ്രീധരൻ നിത്താനാണ്. എന്റെ തീരുമാനങ്ങൾക്ക് വിലങ്ങുതടിയിൽ നിന്നുള്ളവരാരും അടുത്ത പ്രഭാതം കണ്ടിട്ടില്ല. ഡോക്ടർ ഇവിടെ താമസിക്കും, അവരെ ചികിത്സിക്കും. അവര് സുഖമായതിനു ശേഷം മാത്രമേ ഡോക്ടർ ലോകം കാണൂ. ഖാലിദ്, ആ പിടിക്ക്. മിസ്സി, നരകത്തിൽ പെട്ടുപോയാ പിന്നെ പടശോനെ വിളിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ല, ഉണ്ടോന്ന്. പിന്നെ ശൈത്താന്റെ കൂടെ കൂടുകയാണ് ബുദ്ധി. ആ, പെട്ടോട് പിടിക്ക്. ആ, നോക്കി നോക്കി വരി വരി. എന്താണ്? ആ, നോക്കി നടക്കി, നോക്കി നടക്കി. ആ, പിടിക്ക്. ഹലോ ഹലോ, ഈ ഡാക്ടർക്ക് താമസിക്കാൻ ഒരു മുറി ശരിയാക്കി കൊടുക്ക്. ഡോക്ടറിന് ഇവിടെ ഇരിക്കണം. ഇവിടെ കാര്യം വഴിയാ നാളെ കാലത്തെ താഴത്തെത്തു കേട്ടോ. ചേട്ടാ, ഗജപാത ദർശനം. ഓഹോ, ഇയാളെന്താ ചേട്ടാ പറയുന്നത്? ആനയുടെ ചുവട് കണ്ടത്. ഏയ്, ഇവിടെയെങ്ങും ആന ഇറങ്ങില്ല. ഇവനെ കുഞ്ഞിക്കണ്ടൻ പാപ്പാന്റെ മോനാ. ആനയുടെ ചൂടും ചോടും നല്ല തിട്ടമാ. ഓഹോ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ. എന്തോ ഈ ചോടെന്നാ നോക്ക്. രണ്ട് മുഴം ഉണ്ട് ചേട്ടാ. ആനയുടെ ചുവടിന് 2 മുഴമോ? അതൊരു പ്രത്യേക കണക്കാ കൊച്ചേ, നിനക്കത് മനസ്സിലാവില്ല. ആന കണക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ എത്ര കാലം ഉണ്ടാ? പയറ്റ് 220, 20 കാൽ 5. 5 ന്യായപ്രകാരം 5 കാല് കാണണം. അപ്പൊ കൊമ്പൻ തന്നെ. കയറെടുത്തു, ചാക്കും എടുത്തു, നടന്നോ. എനിക്കിനി നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ കിടക്കാൻ പോവാ. അയ്യോ, പിന്നെ മരമാ. ആ, ഇനി അങ്ങോട്ട് കാടാ. ഓ, വളരെ ഉപകാരം. ഇനി നീ പൊയ്ക്കോ. സൂക്ഷിച്ചു പോണം കേട്ടോ. നീ പേടിക്കണ്ട വെച്ചേ, ആരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ആ, അച്ചായ വരുമ്പോ ഞങ്ങൾ കാറ്റി കയറിന്ന് പറഞ്ഞേക്ക്. ശരി. ആ, പറ. അയ്യോ, അമ്മോ. അയ്യോ. പകൽ കുറുക്കം കൂവുന്നു. പെറ്റിയെടുക്കുന്ന കുറുക്കൻ